السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد إن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. സമാദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ, വേദിയിലുള്ള മറ്റു സംഘടനാ സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദത്തിന്റെ അടുത്തും അകലെയുമായി പ്രഭാഷണം ശ്രദ്ധയോടുകൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തത്സമയം ഈ പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്മനസ്സുള്ള സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ ഈ സമയത്ത് അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിൽ എത്തിച്ചേരുവാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇവിടെ വളരെ പ്രസക്തമായ 3 വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കെ ഉമർ മൗലവിയുടെ മകനും നമ്മുടെ പ്രസ്ഥാന പ്രവർത്തന രംഗത്ത് എഴുത്തുകൊണ്ടും പ്രസംഗം കൊണ്ടും എന്നും ഈ ആദർശത്തെ ജ്വലിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരൻ മുബാറക് ബിൻ ഉമർ സലഫി മാർഗത്തെ സംബന്ധിച്ചും ആ മാർഗത്തിൽ നിന്ന് ഇപ്പോൾ ഈ സംഘടന നയിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ
പല വിഷയങ്ങളിലും അതിൽ നിന്ന് അകന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ട് രേഖകൾ വെച്ച് വിശദീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് രണ്ടാമത്തെ വിഷയം എന്ന നിലക്ക് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഏതാനും സമയം സംസാരിക്കുവാനുള്ളത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അവതരിപ്പിക്കുക എന്നത് അത്ര വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ല. കാരണം ഈ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളോടൊപ്പം തന്റെ ഒഴിവ് സമയങ്ങൾ മുഴുവനും അതിന് ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് പുറത്തു പറയുക എന്നത് അല്പം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ വേദനയുണ്ടാക്കുന്ന കാര്യമായിട്ടും എന്തുകൊണ്ട് പറയുന്നു? അത് നിർബന്ധ കാരണം കൊണ്ടാണ്, നിർബന്ധിതമായ സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ്. ഈ കാര്യം പറയാതിരുന്നാൽ ഇവിടെ പല ആളുകളും തെറ്റുകാരായി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടും. ഒന്നും അറിയാത്ത, വസ്തുതകളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾ ഒരുപാട് സാത്വികന്മാരായ പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും പ്രവർത്തകന്മാരെയും തെറ്റിദ്ധാരണയോടുകൂടി മുൻവിധിയോടുകൂടി വീക്ഷിക്കുകയും അത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് വലിയ മാർഗതടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന ഭീതിയിൽ നിന്നാണ് ഹലോ, ഞാൻ സൂചിപ്പിച്ചത് ഈ വിഷയം ഇനി പറയാതിരുന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കുകയും യഥാർത്ഥ വിഷയങ്ങൾ പഠിക്കുന്നതിൽ നിന്നവർ അകന്നു പോവുകയും അത് അവരുടെയൊക്കെ പരലോകത്തെ ബാധിക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇതിനെ ബന്ധപ്പെട്ട ആളുകളും ഇതിന്റെ അനുഭാവികളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടെ വരെ എത്തി എന്നതിന്റെ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. അതായത്
ഏകപക്ഷീയമായ വിശദീകരണങ്ങൾ നാട്ടിൽ നടക്കുകയും ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതിന്റെ പരിണിതി ഏതുവരെ എത്തിയെന്നതിന്റെ ഒരു ചെറിയ സാമ്പിൾ നിങ്ങളുടെ ഒരു നാട്ടുകാരൻ നാട് മുഴുവൻ അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിവരം നിങ്ങൾക്കറിയാം. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ, എന്റെ നാടെന്ന് പറയുന്നത് എടത്തനാട്ടുകരയാണ്, പാലക്കാട് ജില്ലയുടെ അങ്ങേ അറ്റമാണ്. അവിടെ വന്നുകൊണ്ട് പല പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ട്. അതിൽ മറ്റൊരു അടുത്ത കാലത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഏതാനും സാധാരണക്കാരായ ആളുകൾ ജീപ്പിൽ കയറിപ്പോയി. ആ ജീപ്പിൽ പോയി ആ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന് അവർ അവിടെ ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രബോധകൻ, അവിടെയുള്ള ഒരു ഖത്തീബ്, അദ്ദേഹം പരിചയമുള്ള ഒരു കാരണവരതിലുണ്ട്. അപ്പൊ അദ്ദേഹം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഈ പ്രബോധകൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ ഈ മനുഷ്യൻ പറയാം, അത് വേണ്ട, അത് വേണ്ട. അപ്പൊ ഇയാൾ ചോദിച്ചു, അല്ലാതെ അങ്ങനെ പറയുന്നത് എന്താ? മുസ്ലിങ്ങൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ സലാം പറയുക, അത് മടക്കുക, അത് ഏറ്റവും നല്ല രീതിയിൽ മടക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ തമ്മിലുള്ള മുഖ്യമായ ബാധ്യതയല്ലേ? ഞാൻ സലാം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, എന്താ അത് വേണ്ടെന്ന് പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് വേറെ ഗൗരവം. അദ്ദേഹം പറയാ, അത് നിങ്ങൾ ഇനി നമ്മൾ തമ്മിലത് വേണ്ട. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നീയും, എന്നിട്ട് എന്റെ പേരും കൂടെ ചേർത്ത് പറഞ്ഞു. ഞാൻ ആ നാട്ടുകാരൻ എന്ന നിലക്ക് നീയും അഷ്റഫും ഒക്കെ കാഫിറാണ്. അതുകൊണ്ട് ഇനി ഈ സലാമും പറഞ്ഞു കണ്ട് എന്റെ അടുത്തേക്ക് വേണ്ട, വേറെ വല്ലവും പറയേണ്ടി പറഞ്ഞാൽ എവിടെ എത്തിയ വിഷയം? ഞാൻ ആ സാധാരണക്കാരനെ ഒരിക്കലും കുറ്റം പറയുകയില്ല. അദ്ദേഹത്തെ ഒരിക്കലും തന്നെ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. കാരണം അദ്ദേഹം മതപരമായ കാര്യങ്ങൾ അവഗാഹത്തോടുകൂടി പഠിക്കാൻ കഴിവും കെൽപ്പുമുള്ള ഒരാളല്ല. പിന്നെ എന്തുകൊണ്ട് ഇന്നലെ വരെ വളരെ സൗഹൃദത്തോടുകൂടി സന്തോഷത്തോടുകൂടി പങ്കിട്ടിരുന്ന, മുന്നോട്ട് പോയിരുന്ന ഈ സഹോദരൻ ഈ ഒരു സമയത്ത് ഇങ്ങനെ പ്രതികരിച്ചത് എന്തുകൊണ്ട്? എന്താണെന്ന് കാരണം? അതെ, അദ്ദേഹം കേൾക്കാൻ പോയ പ്രസംഗം, അവിടെ ഇട്ടിരിക്കുന്ന ക്ലിപ്പുകൾ, ആ ക്ലിപ്പുകളുടെ വിഷം അദ്ദേഹത്തെ കൊണ്ട് പ്രതികരിപ്പിച്ച ഒരു പ്രതികരണമാണിത്. എവിടേക്കാണ് ഈ സമൂഹത്തെ ഈ ആളുകൾ കൊണ്ടുപോകുന്നത്? വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണ്ടേ? ഈ പറഞ്ഞ സാധാരണക്കാരന് ഈ ഹദീസ് അറിയില്ല. നിവേദനം ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, വലഅനിൽ മുഅ്മിനി കഖത്ലിഹി വമൻ റമാ മുഅ്മിനൻ ബികുഫ്രി ഫഹുവ കഖത്ലിഹി. വലഅനിൽ മുഅ്മിനി, മുഅ്മിനെ ശപിക്കുന്നത്, കഖത്ലിഹി, അവനെ വധിക്കുന്നത് പോലെയാണ്. വമൻ റമാ മുഅ്മിനൻ ബികുഫ്രി, ആരെങ്കിലും കുഫ്ർ ആരോപിക്കുന്നതോ ഫഹുവ കഖത്ലിഹി, അതവനെ വധിക്കുന്നത് പോലെയാണ്. നടുറോട്ടിൽ വെച്ചൊരു കഠാരയൂരി അവന്റെ കഴുത്തിൽ കുത്തുന്നത് പോലെയാണ് ഒരാളെ ഈ രൂപത്തിൽ ആരോപിക്കുന്നതെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അൻ ഇബ്നു ഉമർ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമ റജുലിൻ കഫറ റജുലൻ ഫഇൻ കാന കമാ ഖാല വഇല്ലാ ഫഖദ് ബാഅ ബിൽ കുഫ്രി. ഏതൊരാൾ മറ്റൊരാളെ സത്യനിഷേധി എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അയാൾ പറയുമ്പോൾ തന്നെയാണ് വിശേഷിപ്പിക്കപ്പെട്ട ആളെങ്കിൽ അങ്ങനെ തന്നെ, ഇല്ല എങ്കിൽ പറഞ്ഞവൻ സത്യനിഷേധിയായിത്തീരും, പറഞ്ഞവൻ കാഫിറായിത്തീരും. ഇത് ഈ സാധാരണക്കാരനറിയോ? അറിയില്ല. ആലോചിക്കുക, ഇങ്ങനെ നൂറുകണക്കിന് സാധാരണക്കാരെ കൊണ്ട്, ശുദ്ധമനസ്സുള്ള മനുഷ്യന്മാരെ കൊണ്ട് കൃത്രിമമായ ക്ലിപ്പുകൾ കെട്ടിയുണ്ടാക്കി സന്ദർഭത്തിന് നടത്തിയെടുത്ത ക്ലിപ്പുകളിലൂടെ 2, 4 മിനിറ്റും സെക്കൻഡുകളുമൊക്കെയുള്ള ക്ലിപ്പുകളിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൗനം ദീക്ഷിച്ച് നടക്കുന്നത് വലിയ കുറ്റമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഇത്രമാത്രം ക്രൂരമായ ആരോപണങ്ങൾ നടത്താൻ ഇവർ മുതിരാനുള്ള കാരണം അവരടുത്ത് സംഭവിച്ച ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധങ്ങൾ മണ്ണിട്ട് മൂടണമെങ്കിൽ, അത് മൂടിവെക്കണമെങ്കിൽ ഇത്തരം ക്രൂരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടെന്നവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ വിഷയമെന്ന് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. അല്ലാതെ നിങ്ങൾ ആരും വിചാരിക്കണ്ട ഈ വിഷയം ഇങ്ങനെ പറയാൻ വലിയ ആഗ്രഹമുണ്ട്. കാരണം ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകൾക്കാണ് ഈ വിഷയങ്ങൾ പൊതുജനങ്ങൾ കേൾക്കെ എന്താണ് ഇതിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാകുക. ഏറ്റവും കൂടുതൽ വിഷമം അവർക്കുണ്ടാകുക. ചില ആളുകളെ വിചാര ഇവർക്കൊന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും വലിയ വിഷമല്ല, നല്ല വിഷമമുണ്ട്. ആ വിഷമമൊക്കെ സഹിച്ചുകൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ രൂപത്തിൽ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുമ്പോ ആ സാധുക്കളോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കേണ്ട എന്താ സംഭവിച്ചത്? അതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കൾ ഈ കാര്യം പറയുന്നത്. അത് പറയാൻ ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം നമുക്ക് അല്പസമയം ആ കാര്യം വിശദീകരിക്കാം. പിന്നീട് ബഹുമാനനായ ഉസൈൻ സലഫിയുടെ വിശദമായ പ്രഭാഷണം ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും വേഗം തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി ഒഴിവെടുത്ത് അധ്യക്ഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് തിരിച്ചു വരണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഈ തുടക്കം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം തുടരാവുന്നതാണ്.